പുല്ലിനു തുല്യം നരരുടെ നൽകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാറക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവാസ്വരമതുണർത്തണമേ. കബറയുദ്യാനത്തിനായി സ്തോമൻ കാലോസ് കുറിയലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിലൂടെ എഴുന്നേറ്റു ഉയരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാറക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ച് പാനം ചെയ്യുമോൻ പാതാളത്തിൽ പോകാനവിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്നു മഹത്വം പരമാതിനുയരെ കർത്താവേ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. മറക്കുമോ. ഞങ്ങളെ കർത്താവേ നിന്റെ ഭക്ഷ്യമാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ആകാശയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുരചിത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോരിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽക. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. തവ മെയ്രക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്മയിരക്തങ്ങൾ
രക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയരേകിയ നാഥ വന്ദിക്കുന്നടിയ സത്യം കാക്കുന്നോ രുത്തമവിധിനാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈകൊള്ളും തോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശ്രുത്യ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. മറയ്ക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേൻ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽക. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. തവമൈരക്തങ്ങൾ ഉൾക്കൊണ്ടോ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്മേരക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ.
ചേർക്കരുതേ. മട്ടസിച്ച് പറയണം. പരിശുദ്ധനായവൻ വന്ദിക്കപ്പെടാനും സ്തുതിക്കപ്പെടാനുമാകുന്നു. മുതൽ തലമുറ തലമുറവരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നു ഞങ്ങളെ ഉയർപ്പിനും ഞങ്ങളെ വർഗത്തിന് പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്ന ദൈവോത്ര പാപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലത്ത് നീട്ടിയുടെ കർത്താവെന്ന് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുൻപാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനെന്നും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെട്ടവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സകലേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെന്ന് ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ പഠിച്ചു എന്നതായ നിശ്ചിത ശരീരവും ഞങ്ങൾ പാനം ചെയ്തെന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഭൂവാഗിതവിക്കും നിന്നെ എല്ലാ നാമം സ്തുതി പാടും. കവറടഞ്ഞോതൽ ശരണം നീയേ, മൃതതൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. സസ്യാഭോജനത്തിൽ പതിവായിട്ടുള്ള മകളെ, നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധവുമായിരിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് യോഗ്യമാകുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറഖുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല ഉനിക്കണം. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മിശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കൂല സുബാൻ ലവൽമീൻ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയ.
ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപദയാക്കിനാർ കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. ദൈവിക രാജത്തണയാൻ മാർഗം തെളിയിച്ചവനാം മോർദീവന്നാസ്യോസ് ഓർക്കുന്നിവർ നിൻ പാവനചരിതം. മംഗളമിവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന ഭാവുകമെങ്ങൾ കുളവാകണമേ. രാധാമൂർദീവന്യാസ്യോസ് വേഗം കൂടും തൂവലിന പ്രതിദാനം നേടിച്ചിറകാൽ പാറി പൊങ്ങും നീവായിൽ നിൻ സുഗതത്താലുടയോനെ എതിരേൽപ്പാൻ നീ ചെന്നെത്തും. സേലോൻ ബസ്ലോമോ അഹായ് ഹാബിബാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമലസ്ലിയുമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂസ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയായിക്കൊണ്ട് സഹായിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ബാബ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവർക്കും അല്പസമയം ഇരിക്കാവുന്നതാണ്. സഭാഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവറീസ് മാർ ദിവന്യാസ തിരുമേനിയുടെ 80-ാം ഓർമ്മ പെരുന്നാള് ഭക്തി ആദരവപൂർവം ഇന്നലെയും ഇന്നുമായിട്ട് പരിശുദ്ധ സഭ ആഘോഷിക്കുകയുണ്ടായി. പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഇന്നലെയും ഇന്നുമായി നടന്ന എല്ലാ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് പരിശുദ്ധ ബാബ തിരുമേനിയാണ്. വലിയ ബാബ തിരുമേനിയെ ഈ സമയത്ത് പ്രാർത്ഥനാപൂർവം ഓർക്കുന്നു. തിരുമേനിയുടെ കന്തില ശുശ്രൂഷ ഇന്നലെ നടക്കുകയുണ്ടായി. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും തിരുമേനിയുടെ സാന്നിധ്യം പെരുന്നാളിനുണ്ടായിരുന്നു. ഇത്തവണ ശാരീരികമായി സന്നിഹിതനല്ലെങ്കിലും തിരുമനസിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും നമ്മോട് കൂടെയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഇന്നലെയും ഇന്നുമായ പെരുന്നാൾ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് പരിശുദ്ധ ബാബ തിരുമേനിയാണ്. തിരുമേനിയോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ആ തൃപാദങ്ങളിൽ ഈ സമയത്ത് അറിയിക്കുന്നു. മുന്നമേ കുർബാനയ്ക്ക് സഹകാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് മലബാർ ഭദ്രാസനാധിപൻ അഭിനന്ദ ഡോക്ടർ സക്രിയ മാർ തേപ്പലോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയാണ്. തിരുമേനി ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിലും ആരാധനയിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. പ്രാർത്ഥന നമുക്ക് ശക്തിയായി ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. തിരുമേനിയോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഡൽഹി ഭദ്രാസനാധിപൻ യുഹാനൻ മാർ ദെമത്രിയോസ് തിരുമേനിയും സഹകാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചു. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നലെയും ഇന്നുമായി നടന്ന പെരുന്നാൾ ശുശ്രൂഷകളിൽ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച പിതാക്കന്മാർ കൊല്ലം ഭദ്രാസന അധിപൻ അഭിനന്ദ സക്രിയാസ് മാർ അന്തോണി തിരുമേനി, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന അധിപനും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറിയുമായ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സേവർ തിരുമേനി,
മുംബൈ ഭദ്രാസനാധിപൻ അഭിനന്ദ ഗിവറീസ് മാർ കൂർലോസ് റുമേനി, കൊച്ചി ഭദ്രാസനാധിപൻ അഭിനന്ദ യാക്കോമാർ ഐർനസ് റുമേനി, അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനൻ മാർ പോളിക്കോറസ് റുമേനി, ഇടുക്കി ഭദ്രാസനാധിപൻ അഭിനന്ദ മാത്യൂസ് മാർ തേവദോസ്യൂസ് റുമേനി, UK യൂറോപ്പ് ഭദ്രാസനാധിപൻ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യൂസ് റുമേനി, സൗത്ത് വെസ്റ്റ് അമേരിക്ക ഭദ്രാസനാധിപൻ അഭിനന്ദ അലക്സിയോസ് മാർ യൂസേബ്യസ് റുമേനി, അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ അഭിനന്ദ ഡോക്ടർ ഗിവറിസ് മാർ ജൂലിയോസ് റുമേനി, ബ്രഹ്മവാർ ഭദ്രാസനാധിപൻ അഭിനന്ദ യാക്കോമാർ ഏലിയാസ് റുമേനി, ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ അഭിനന്ദ ഡോക്ടർ എബ്രഹാം സറാഫിൻ തിരുമേനി എന്നിവരുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഗുരുക്കന്മാരുടെ ഗുരുവായ ശ്രേഷ്ഠഗുരുവായ വന്യ ഡോക്ടർ TJ ജോഷു അച്ഛൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. പെരുന്നാളുകളിൽ പ്രത്യേകിച്ച് പഴയ സെമിനാറിലെ എല്ലാ പെരുന്നാളുകളിലും അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ ഉപദേശവും കൂടെയുണ്ട്. അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പെരുന്നാൾ നടത്തിപ്പിന് വേണ്ടതായ കൊട്ടാരകര ഭദ്രാസനാധിപൻ അഭിനന്ദ തേവദോറോസ് തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. പേര് വിട്ടുപോയതാണ്. തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. തിരുമേനിയുടെ പ്രോഗ്രാം ഇന്ന് മർത്തമറിയ സമാജത്തിൻ്റെ പ്രോഗ്രാം ഇവിടെയുണ്ട്. തിരുമേനിയാണ് അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് എന്നുള്ള കാര്യവും ഈ സമയത്ത് അറിയിക്കുന്നു. പെരുന്നാൾ നടത്തിപ്പിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ഉപദേശങ്ങളും നൽകി സഹായിക്കുന്ന വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛനോടുള്ളതായ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പഴയ സെമിനാറിയുടെ ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ആരംഭം ഈ മാസം 2-ാം തീയതി ഇവിടെ നിർവഹിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനെല്ലാം മുഖ്യ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനാണ്. അച്ഛനോടും ഫാക്കൽറ്റി അംഗങ്ങളോടുള്ളതായ നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സെമിനാരിയുടെ വാർഡനും ചാപ്പലനുമായിരിക്കുന്ന വന്യ യുഹാനൻ റമ്പാച്ചനാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. റമ്പാച്ചനോടുള്ളതായ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി നടന്ന പെരുന്നാൾ ചടങ്ങുകളിൽ സംബന്ധിച്ച വന്യ കോർപ്പിസ്കോപ്പമാർ, വന്യരായ റമ്പാച്ചന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, കന്യാസ്ത്രീകൾ എന്നിവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വൈദിക സെമിനാറിലെ ചമാച്ചന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, അവരോടുള്ളതായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിലെ ഭദ്രാസനങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമായിട്ട് ഇന്നലെ തീർത്ഥാടകരായിട്ട് ഇവിടെ എത്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ നിന്നും മദ്രാസ് ഭദ്രാസനത്തിൽ നിന്നും ഇവിടെ വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ നിന്ന് സെൻറ് ഇനീഷ്യസ് ഓർത്തഡോക്സ് ഇടവക ദാസർഹള്ളി പള്ളിയിൽ നിന്ന് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ അവരിവിടെ വന്നുകൊണ്ടിരുന്നു. ഈ വർഷവും അവർ പദയാത്രയായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. പ്രത്യേകമായിട്ട് നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് മർത്തമറിയം വനിതാ സമാജത്തിലെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കാൽനട തീർത്ഥാടനമായിട്ടും വാഹനങ്ങളിലുമായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ വന്ന എല്ലാ വിശ്വാസികളോടും അവർക്ക് നേതൃത്വം നൽകിയ വന്യവൈദികരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പെരുന്നാൾ ആഘോഷങ്ങൾ നന്നായി നടത്തുന്നതിനായിട്ട് ഈ വർഷവും വട്ടശ്ശേരി കുടുംബങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. നെയ്യപ്പ നേർച്ചയായിട്ട് അവരാണ് നൽകുന്നത് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വിവിധ ആത്മീയ സംഘടനാ പ്രവർത്തകർ പെരുന്നാൾ പരിപാടികൾ സംബന്ധിക്കുകയുണ്ടായി. അവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് മർത്തമറിയം വനിതാ സമാജവും അതുപോലെ തന്നെ പൗരസ്ത്യ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ മേഖലാ സമ്മേളനവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നതായ ഭദ്രാസന ഡയറക്ടർമാരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസന ഡയറക്ടർ ജോസഫ് അലക്സാണ്ടർ സാറിനോടും അതുപോലെ തന്നെ വനിതാ മർത്തമറിയം സമാജത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അച്ഛനോടും സെക്രട്ടറി പ്രൊഫസർ മേരി മാത്യു ടീച്ചറിനോടുള്ളതായ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മർത്തമറിയം വനിതാ സമാജ അംഗങ്ങൾക്ക് നടത്തിയ മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോട്ടയം പള്ളത്തശ്ശേരി വർക്കിംഗ് മെമ്മോറിയൽ, ജോസഫ് എബ്രഹാം വട്ടശ്ശേരിൽ, പുത്തമ്പുരയ്ക്കൽ മെമ്മോറിയൽ, താഴത്തങ്ങാടി കടവൂർ ഐപ്പ് മെമ്മോറിയൽ തുടങ്ങിയ 3 വ്യക്തികളാണ് ഇവർക്കുള്ളതായ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പെരുന്നാളിൽ സംബന്ധിക്കുന്നവർക്കുള്ളതായ ഭക്ഷണം ഇന്നലെയും ഇന്നും സമ്മേളനത്തിന് ശേഷവുമുള്ളതായ ഭക്ഷണം നൽകുന്നത് വിശ്വാസികളുടെ സഹകരണത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ചെറിയ പള്ളി വികാരി ബഹുമാനപ്പെട്ട കോരയച്ചൻ,
കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികൾ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. ഫ്രാൻസിസ്, സെക്രട്ടറി പ്രസാദ്, ട്രസ്റ്റി ഫ്രാൻസിസ് തുടങ്ങിയവർ ആ കാര്യങ്ങളിൽ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ചെറിയ പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ വികാരി അച്ഛൻ ഇബ്രഹാം കോരയച്ചനോടും സഹവികാരികളായ ആലിച്ചനച്ചൻ, തോമസ് ജോർജ് അച്ഛൻ, ട്രസ്റ്റി ഫ്രാൻസിസ്, സെക്രട്ടറി പ്രസാദ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് നടക്കുന്നതായ സമ്മേളനങ്ങൾക്ക് ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ വർഗീസ് പോൾ മനോഹർ ഹില്ലാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുക. പെരുന്നാൾ കമ്മിറ്റി അംഗങ്ങളോടുള്ളതായ പ്രത്യേകമായ നന്ദി എല്ലാവരോടും അറിയിക്കുന്നു. അതിൻ്റെ എല്ലാ ചുമതലക്കാരും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് തീർത്ഥാടനത്തിൻ്റെ ചുമതല വഹിച്ചവരും അതുപോലെ തന്നെ പബ്ലിസിറ്റിയുടെ ചുമതല വഹിച്ചവരും എല്ലാവരും അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുകയുണ്ടായി. പ്രത്യേകമായ നന്ദി ഈ സമയത്ത് കമ്മിറ്റി അംഗങ്ങളോട് എല്ലാവരോടും പൊതുവായിട്ട് അറിയിക്കുകയാണ്. ഒരു സപ്ലിമെൻ്റ് മനോരമയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രയത്നിച്ച ജെയിംസ് പാമ്പാടിയോടും ജിനുവിനോടും സുരേഷിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. പബ്ലിസിറ്റി സംബന്ധമായി ഏറെ സഹായങ്ങൾ ചെയ്തു തന്നത് വട്ടശ്ശേരിൽ മോഹനരാജ് അവറുകളും അതുപോലെ തന്നെ മുത്തൂറ്റ് ഗ്രൂപ്പും അമേരിക്കയിലുള്ളതായ വട്ടശ്ശേരിൽ തോപ്പിൽ അജിത്ത് ആൻഡ് കുട്ടപ്പൻ തുടങ്ങിയ വ്യക്തികളാണ്. ഇവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. പെരുന്നാൾ ചടങ്ങുകൾ ടെലികാസ്റ്റായിട്ട് ചെയ്ത ACV, കാതോലിക്കേറ്റ് ന്യൂസ്, ഗ്രിഗോറിയൻ ന്യൂസ് ഇവരോടുള്ളതായ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നലെ തന്നെ 1,00,000-ഓളം അടുത്ത ആളുകൾ പെരുന്നാൾ ലൈവ് ടെലികാസ്റ്റ് കണ്ടതായിട്ട് കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പെരുന്നാളുകൾ ലോകമാകമാനം കാണുവാൻ മാധ്യമങ്ങൾ ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ നന്ദി അറിയിക്കുന്നു. വിശ്വാസികളായ എല്ലാവരോടും ഈ പെരുന്നാൾ നടത്തിപ്പിന് വേണ്ടി അല്പമായി അധികമായും പ്രവർത്തിച്ച എല്ലാവരോടും ഉള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ പോലീസ് ഓഫീസേഴ്സ്, പത്രപ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇനി നടക്കാനുള്ളതായ ചടങ്ങുകൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. വട്ടശ്ശേരിയുടെ നാമത്തിൽ പുതിയതായി കുദാശ ചെയ്യപ്പെടുന്ന അലയൻ പള്ളിയിലേക്ക് പഴയ സെമിനാരിൽ നിന്ന് പരിശുദ്ധ വട്ടശ്ശേരിയുടെ കബറിൽ നിന്നുള്ള എണ്ണയും അതുപോലെ കാതോലിക്കേറ്റ് പതാകയും പരിശുദ്ധ ബാവ തിരുമേനി അഭിയുന്ന ദെമത്രിയോസ് തിരുമേനിക്ക് നൽകുകയും അലയൻ പള്ളിയിൽ നിന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ളതായ സിബി അത് ഏറ്റുവാങ്ങുന്നതുമായ ഒരു ചടങ്ങാണ് ആദ്യമായിട്ടുള്ളത്. അതിനുശേഷം 2 പുസ്തകങ്ങളുടെ പ്രകാശനവും ഉണ്ടായിരിക്കും. തുടർന്ന് പിതാക്കന്മാരുടെ കബറിങ്കൽ ധൂപ്രാർത്ഥന, അതിനെ തുടർന്ന് 4 പിതാക്കന്മാർ കൈമൊത്തിക്കുന്നതായ സമയത്ത് കിഴക്കേ കുരിശിലേക്ക് പ്രദക്ഷിണം പുറപ്പെടും. തുടർന്ന് പിതാക്കന്മാർ പഴയ സെമിനാരിയുടെ പടിഞ്ഞാറ് മുറ്റത്ത് വെച്ച് വിശ്വാസികൾക്ക് വാഴ്വ് നൽകുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രദക്ഷിണത്തിന് പ്രത്യേകമായി അച്ഛന്മാരും സിസ്റ്റേഴ്സും കൈമത്തി ഇറങ്ങുന്ന വിശ്വാസികൾക്കും സംബന്ധിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ കൈമത്തുമ്പോൾ തന്നെ പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. ദെമത്രിയോസ് തിരുമേനി കടന്നു വന്നത് സ്വീകരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ കബറിങ്കിൽ നിന്നുള്ള എണ്ണയും അതുപോലെ കാതോലിക്കേറ്റ് പതാകയും അടങ്ങുന്നതായ ദെമത്രിയോസ് തിരുമേനിക്ക് കൈമാറി ഇപ്പോഴ് ആ പള്ളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ സിബിക്ക് ഇപ്പോഴത് ദെമത്രിയോസ് തിരുമേനി നൽകുന്നതാണ്. വചനത്തിൻ്റെ മനുഷ്യാവതാരവും വിശുദ്ധ അന്തോനിയോസുസും എന്ന പുസ്തകം ഇപ്പോഴും പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബെസേലിയൻ പബ്ലിക്കേഷനാണ്. അതായത് ഞാലിയാകുഴി ദേറയിലെ വന്ദനായ ജോർജ് ഉൽപ്പച്ചൻ എഴുതിയതായ പുസ്തകമാണ്. ഈ പുസ്തകം ബെസേലിയൻ ബുക്ക് സ്റ്റാളിൽ ഇന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോഴ് ഈ പുസ്തകം പരിശുദ്ധ ബാബ തിരുമേനി ജോഷുവ അച്ഛന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. MOC പബ്ലിഷ് ചെയ്യുന്ന തോമയാർ കോവിൽ എന്ന പുസ്തകം
ഇപ്പോഴും പ്രകാശനം ചെയ്യുകയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച തിരുവിതാംകൂട് പള്ളിയുടെ പ്രഥമ സമഗ്ര ചരിത്രം. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നേരിട്ടുള്ള ഭരണത്തിലുള്ള തിരുവിതാംകൂട് മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഇന്ന് വരെ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചരിത്ര പഠന പുസ്തകമാണിത്. ലോകത്തിലെ നിത്യാരാധന നടക്കുന്ന ഏറ്റവും പുരാതന ദേവാലയവും ഇന്ത്യയിൽ പൊളിച്ചു പണിയാത്ത ഏറ്റവും പഴയ ക്രൈസ്തവ ദേവാലയവുമാണ്. പൂർവികമായി തോമയാർ കോവിൽ എന്നും കേരളത്തിൽ അരപ്പള്ളി എന്നും അറിയപ്പെടുന്ന തിരുവിതാംകൂട് പള്ളി. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ എം കുര്യൻ തോമസ് ആണ്. 312 പേജുകളുണ്ട്. ഇതിൻ്റെ വില 150 രൂപയാണ്. ഇന്ന് 100 രൂപയ്ക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോഴ് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറിക്ക് ഈ പുസ്തകം നൽകിക്കൊണ്ട് പരിശുദ്ധ ഭാഗത്തിന് വേണ്ടി പ്രകാശനം നിർവഹിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ സഭയിൽ സഭയുടെ ചരിത്രത്തിൻ്റെ എഴുത്തുകാരുടെ പഴയ നിര ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. ഒരു പ്രായം കൊണ്ട് ആയിട്ട് പുതിയ നിരയിലേക്ക് കാര്യമായിട്ട് ആരും വന്നില്ല എന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് ബഹുമാനപ്പെട്ട MT കുര്യനച്ഛൻ്റെ മകൻ ഡോക്ടർ കുര്യൻ തോമസ് വളരെ ഗവേഷണ ചാതുര്യത്തോടെ വെറുതെ ഒരു പുസ്തകം കുറേ വാക്കുകളും അക്ഷരങ്ങളും എഴുതി ഇതാണ് പുസ്തകം എന്ന് പറയുന്നതല്ല. ഇപ്പം പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ്ങിനൊക്കെ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഓരോ ദിവസവും ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, വളരെ കാര്യകാരണ സഹിതം ഗവേഷണം ചെയ്ത് പുസ്തകം എഴുതുന്ന ഒരു ചെറുപ്പക്കാരനാണ് മിസ്റ്റർ കുര്യൻ തോമസ്. അവിടെ ഉണ്ടോയെന്നറിയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അത്. അല്പം ഗൗരവമുള്ള നിലയിൽ വായിച്ചെങ്കിൽ മാത്രം തന്നെ അത് ഗ്രഹിക്കാൻ ഒക്കുകയുള്ളൂ. അതിലെ വളരെ അധികം അങ്ങനെയുള്ള ലോജിക്കൽ ഗവേഷണത്തിൻ്റെ ഇദ്ദേഹമാണ് ഈ കുര്യൻ തോമസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ യുവത്വത്തിൽ തന്നെ സഭയോട് ഇത്രയും പ്രതിപത്തി പുലർത്തി അധ്വാനിച്ച് വലിയ ലാഭമൊന്നുമില്ല ഇതൊക്കെ എഴുതി കൂട്ടിയാലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സഭയിലങ്ങനെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനൊന്നും അത്രയ്ക്കൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ പൊതുവെ. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു യുവാവ് ഈ കാര്യത്തിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പുസ്തകം വളരെ അഭിമാനത്തോടെ ഞാൻ പ്രകാശനം ചെയ്ത് അഭിമന്യ സേവർസിന തിരുമേനിക്ക് നൽകട്ടെ. 5ാം വർഷ വിദ്യാർത്ഥികളുടെ സ്നേഹോപകാരമായ സുറിയാനി ഗീതങ്ങളുടെ സമാഹാരം തൃശ്ശൂർത്തോ പരിശുദ്ധ ബാവ തിരുമേനി അത് പ്രകാശനം ചെയ്തിരുന്നു. ഇന്ന് 100 രൂപയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോഴ് എല്ലാവർക്കും എഴുന്നേൽക്കാവുന്നതാണ്. ഖബറെങ്കിൽ പ്രാർത്ഥനയും തുടർന്ന് 4 പിതാക്കന്മാര് വിശ്വാസികളെ കൈമർത്തിക്കും. ആ സമയത്ത് പ്രദക്ഷിണം കിഴക്കേ കുരിശുകളിലേക്ക് പുറപ്പെടും. തുടർന്ന് കൈമത്തി ഇറങ്ങുന്ന വിശ്വാസികൾക്ക് 5 കൗണ്ടറുകളിലായിട്ട് നേർച്ച ലഭിക്കുന്നതാണ്. തിക്കും തിരക്കും ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് 2 വർഷം മുമ്പ് ആഭരണങ്ങളും പണവും ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു.